ചിറ്റേ, ഞാൻ ബാലമാമനെ കണ്ടായിരുന്നു. എന്നിട്ട് സംസാരിച്ചോ? സംസാരിക്കാൻ പോയപ്പോഴാ. സംസാരിക്കാൻ പോയപ്പോ അപ്പൊ നീ സംസാരിച്ചിട്ടില്ല? അങ്ങനെയല്ല ചിറ്റേ. എങ്ങനെയല്ല ചിറ്റേ, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ബാലമാമൻ ഫോണിൽ പറഞ്ഞു കേട്ടതാ അക്കുച്ചേട്ടന്റെ കാര്യം. എന്നിട്ട് നീ അതും കേട്ടിങ്ങ് പോന്നു. എടി, 24 മണിക്കൂറും ബാലമാമ ബാലമാമ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന കാണാലോ. നീ പറഞ്ഞ എന്തും കേക്കും, നീനക്ക് വേണ്ടി എന്തും ചെയ്യും. നീ തന്നെയല്ലേ ഇത് പറഞ്ഞു നടക്കുന്നേ? നീ കല്യാണിയുടെ കാര്യം അയാളോട് പറഞ്ഞിരുന്നെങ്കിൽ ആകാശും കല്യാണി തമ്മിലുള്ള കല്യാണം നടന്നേനെ. അതല്ല, ബാലമാമൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുമ്പോ ഞാൻ എങ്ങനെ സംസാരിക്കാനാ? നീ സംസാരിക്കില്ല. കാരണം നിനക്ക് അവിടെ പോയി കെട്ടിലമ്മയായിട്ട് വാഴണം. കല്യാണിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ നിനക്ക് അസൂയടി. ചിറ്റേ, അല്ല. ഒന്നും പറയണ്ട. നീ ചെയ്തു കൂട്ടുന്നതിനൊക്കെ ഉണ്ടല്ലോ, നീ അനുഭവിക്കൂടി. അല്ല, നിന്റെ കല്യാണം തന്നെ നടക്കുമെന്ന് കണ്ടറിയാലോ. നീ ഇവിടെ എന്തോ കേൾക്കാൻ നിന്നാടി? അവളോടെ ഒരു ബാലമാമി. ചേച്ചി മോളെ, എനിക്ക് നിന്നോട് അസൂയാണെന്നാ ചിറ്റ പറയുന്നേ. അമ്മ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നേ. എനിക്ക് എന്റെ ചേച്ചി അറിയാലോ. അത് മാത്രല്ലേ ചേച്ചി, എനിക്ക് ഇനിയും പഠിക്കണം. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് ചേച്ചി എന്നെ ഒരാളെ കണ്ടെത്തി തന്നാ മതി. വാ. ബാബുക്കൊണ്ട് വീടറിയാം. സൂക്ഷിക്കണോടാ അവനെ. നമുക്ക് ആർക്കും അവനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. നമ്മുടെ ഭൂമി ഉൾപ്പെടെ ഈ കാണുന്ന സകല സ്ഥലവും അവൻ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ എവിടുന്നാടാ അവൻ ഇത്രയും കാശ്? അവൻ ബോംബെയിലെങ്ങണ്ടായിരുന്നു. ഈ ബോംബെയിൽ എന്തുവാടാ അവന് പരിപാടി? അതൊരു പിടിയും കിട്ടാതെ. ഓ,